ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോരാതെ നമുക്ക് റംസാനൊക്കെ ആണല്ലോ ഇപ്പോൾ വരുന്നത്. റംസാനിന് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ക്ലീനിങ് ആവുമല്ലോ. അപ്പോൾ ക്ലീനിങ് പെട്ടെന്ന് എളുപ്പമാക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ റമദാൻ ആയത് കാരണം വീട് വൃത്തിയാക്കലും മറാല തട്ടലും അങ്ങനെയൊക്കെയുള്ള പണികളാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ജനൽ കമ്പികളൊക്കെ പെട്ടെന്ന് തന്നെ മറാല തട്ടി ക്ലീൻ ആക്കി എടുക്കാനുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത്, നമ്മൾ ഈ ജനൽ കമ്പിൻ്റെ ഉള്ളിലുള്ള മാറാലൊക്കെ പെട്ടെന്ന് വേഗത്തിൽ തന്നെ തട്ടിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ പെയിൻറ്റിൻ്റെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ചെറിയ കമ്പിൻ്റെ ഉള്ളിലുള്ള മാറാലയും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചെറിയ വിടവിൻ്റെ ഉള്ളിലുള്ള മാറാലയും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ മാറാല തട്ടിയാലും പെട്ടെന്ന് തന്നെ ആ മാറാല വീണ്ടും കെട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് ആ മാറാല കെട്ടി നിൽക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറാല പോക്കി കളയാനും അതേപോലെ കുറേ നാളത്തേക്ക് മാറാല ഇല്ലാതാവാനുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പം ഇതേപോലത്തെ കർപ്പൂരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാനൊരു 2 കർപ്പൂരം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പേപ്പറിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കുത്തിയെടുക്കണം. അപ്പോൾ ഇതാ കർപ്പൂരം ഞാനിവിടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കർപ്പൂരം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ പഴയ സോക്സ് നമ്മൾ ഉപയോഗിക്കാത്ത, അങ്ങനെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ സോക്സ് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ജനലിൻ്റെ ഈ ഒരു ഗിൽസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഗിൽസിൻ്റെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഗിൽസൊക്കെ ആകുമ്പം ഈ ഗിൽസിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് തന്നെ മാറാല കെട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ സോക്സ് ഒന്ന് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ മാറാല പെട്ടെന്ന് കെട്ടില്ല കേട്ടോ. നമുക്ക് ആ കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ലുള്ളത് കാരണം ഒരിക്കലും പെട്ടെന്ന് തന്നെ മാറാല ഇല്ലാതായി കിട്ടും കേട്ടോ. നമ്മുടെ ജനലിൻ്റെ ആ കമ്പികളൊക്കെ നല്ലോണം പൊടിയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആവുകയും ചെയ്യും, നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. കർപ്പൂരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ പെയിൻറ്റും പണിയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. ഒരുവിധം ആളുകളെ വീട്ടിലൊക്കെ ഇപ്പോൾ പെയിൻറ്റിൻ്റെ പണിയായിരിക്കും. റംസാനൊക്കെ ആയത് കാരണം നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മുടെ ടൈലിലൊക്കെ ഇതേപോലെ പെയിൻറ്റൊക്കെ വീണിരിക്കും. അപ്പോൾ നമുക്കത് മായ്ച്ച് പോക്കാനൊക്കെ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഒരു പെയിൻറ്റൊക്കെ പോക്കുന്ന ഒരു ഒരതി കളയുന്ന ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്കിതൊന്ന് ഉരച്ചെടുത്ത് പോക്കി പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻറ്റ് കിട്ടിയതൊക്കെ നമുക്ക് പോയി കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതൊന്ന് ചരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പറ്റി പിടിച്ച പെയിൻ്റ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. പെയിൻറ്റർമാരെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പെയിൻറ്റ് പോക്കുന്ന ഒരു ബ്ലേഡ്. ഈ ഒരു ബ്ലേഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു പെയിൻറ്റും നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രയാസമൊന്നും കൂടാതെ നമുക്കത് പോക്കി മായ്ച്ച് കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ ഇതിൻ്റെ എവിടെയുള്ള ഈ പെയിൻ്റെല്ലാം ഞാനിത് വെച്ചിട്ട് ഉരച്ചപ്പോഴേക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മുടെ വീട്ടിൽ മാറാലക്കോലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ പെയിൻറ്റിൻ്റെ ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ പെയിൻറ്റിൻ്റെ ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ കർട്ടൻ്റെ ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പിൽ ഇതേപോലെ പെയിൻറ്റിൻ്റെ ബ്രഷ് ഒന്ന് ഇതേപോലെ ഒന്ന് കടത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ മാറാലെല്ലാം തട്ടിയെടുക്കുന്ന സമയത്ത്
നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറാലെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് ഈ കർപ്പൂരത്തിൻ്റെ ഈ വെള്ളത്തിൽ ഈ ബ്രഷ് ഒന്ന് മുക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടോ. ഈ സീലിങ്ങിൻ്റെ ഈ ഭാഗമൊക്കെ ഈ മൂലയിലൊക്കെ നല്ല രീതിയിൽ തന്നെ മാറാല പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എട്ടുകാലിൻ്റെ ആ വലകളൊക്കെ പോവാനും അതേപോലെ എട്ടുകാലിയോ പല്ലിയോ ഒന്നും വരില്ല കേട്ടോ. ഈ ഒരു സ്മെല്ലുണ്ടെങ്കിൽ കർപ്പൂരത്തിൻ്റെ ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമുക്ക് മാറാലേ അതേപോലെ പല്ലിയോ എട്ടുകാലിയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് മാറാലക്കോലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ബ്രഷ് നമുക്ക് നമ്മുടെ കർട്ടൻ്റെ ഈ പൈപ്പിൻ്റെ ഈ ഉള്ളിൽ കൂടെ ഇതൊന്ന് കടത്തി വിട്ടിട്ട് ഇതേപോലെ നമ്മളൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നമുക്ക് എട്ടുകാലി പല്ലിയൊന്നും നമ്മുടെ വീട്ടിൽ വരില്ല കേട്ടോ, ഈ ഒരു സ്മെല്ല് കാരണം. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ ഒരു അടപ്പ് പുതിയ സിലിണ്ടർ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അടപ്പ് തുറന്ന് കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തുറന്നെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഈ കമ്പിൻ്റെ ഇവിടെ ഈ ഒരു ഗഡ്സ് ഉണ്ടല്ലോ, ഈ ഗഡ്സ് ഈ കമ്പി ഒന്ന് മെല്ലെ ഇതേപോലെ ഒന്ന് വലിച്ചതിന് ശേഷം മുകളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ തുറക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും, ആ അടപ്പ് തുറന്ന് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ കമ്പി ഒന്ന് മെല്ലെ പിന്നോട്ടേക്ക് വലിച്ചിട്ട് മുകളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ അടപ്പ് തുറന്നെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വാഷർ ഉണ്ട് കേട്ടോ. ആ വാഷർ ലൂസായി കഴിഞ്ഞാലാണ് നമുക്ക് ഗ്യാസ് പുറത്തോട്ടേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് വരാൻ പറ്റുക. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ പുതിയ ഗ്യാസ് കുറ്റി വെക്കുന്ന സമയത്ത് റെഗുലേറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തോട്ടേക്ക് ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ലീക്കായി എന്ന് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ അവിടെ ഓഫാക്കിയതിന് ശേഷം റെഗുലേറ്റർ പൊന്തിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ആ ഒരു പപ്പടക്കോല് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് ആ ഒരു വാഷർ, കറുപ്പ് റബ്ബറിൻ്റെ ഒരു വാഷറാണ്, ബ്ലാക്ക് ചെറിയൊരു വാഷർ. അപ്പോൾ നമുക്ക് ഇതേപോലെ പപ്പടക്കോല് കൊണ്ടിട്ട് ഇത് കുത്തിയെടുത്തതിന് ശേഷം നമുക്ക് പുതിയൊരു വാഷർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലീക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല, അതേപോലെ ലീക്കാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നെയിൽ കട്ടർ കുറേ കഴിയുമ്പം അതിൻ്റെ മൂർച്ചയൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നഖം നന്നായിട്ട് വെട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ മൂർച്ചം ആയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഗുളികൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ കുറേ സമയം ഇതേപോലെ ഒന്ന് വെട്ടി നോക്കട്ടോ. അങ്ങനെ വെട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ച കൂടി കിട്ടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇനി നമ്മുടെ വീട്ടിലുള്ള കത്രികയും അതേപോലെ മൂർച്ച പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വെട്ടി കുറേ സമയം വെട്ടിയതിന് ശേഷം നമുക്ക് ഇനി പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെട്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കത്രികയും ഈ ഒരു ഗുളിക കവറിൻ്റെ ഈ ഒരു അറ്റഭാഗം ഭയങ്കര ഒരു മൂർച്ചയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് ഈ കട്ടർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ചം കൂടി കിട്ടാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏറി വന്നാൽ നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ നമുക്ക് കൂടി വന്നാൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ നമുക്ക് ആ മെഴുകുതിരി കത്തിയെടുക്കാനായിട്ട് കത്തി തീരും. അപ്പോൾ നമുക്ക് അരമണിക്കൂറൊക്കെ കിട്ടുന്ന മെഴുകുതിരി നമുക്ക് കുറേ സമയം കത്തി തീരാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ മെഴുകുതിരി കത്തിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ചെടുക്കട്ടോ. കുറച്ച് സമയം നല്ലോണം തണുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കത്തിക്കുന്ന സമയത്ത് കുറേ സമയം നമുക്കത് കത്തി തീരാനായിട്ട് പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും ഉരുകി ഒലിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പായിട്ടുള്ള മെഴുകുതിരിയാണല്ലോ. അപ്പം നല്ലോണം തണുപ്പായിട്ടുള്ള മെഴുകുതിരി ആയത് കാരണം നമുക്ക് പെട്ടെന്നൊന്നും കത്തിത്തീരാൻ ചാൻസ് ഇല്ല. നമുക്ക് സാവധാനത്തിന് തന്നെ അത് കത്തിത്തീരുള്ളൂ. പെട്ടെന്നൊന്നും ഉരുകി ഒലിക്കില്ല കേട്ടോ. നമുക്ക് മെഴുകുതിരിൻ്റെ ഉപയോഗം നടക്കും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് കൂടുതൽ സമയം മെഴുകുതിരി
കത്തി തീരാൻ എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും ഇത് തണുത്ത് കഴിഞ്ഞാൽ മെഴുകുതിരി എങ്ങനെയാണ് കത്താന്നൊക്കെ അല്ലേ. ഒരിക്കലും ഇല്ല കേട്ടോ, കത്താതിരിക്കേ ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് തീപ്പെട്ടി അരച്ചിട്ട് ഇതേപോലെ കത്തിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കത്തിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉരുകി ഒലിക്കാതെ നമുക്ക് അരമണിക്കൂറൊക്കെ കിട്ടുന്ന മെഴുകുതിരി ഒരു 3/4 മണിക്കൂറൊക്കെ കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ മെഴുകുതിരി വീട്ടിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഇപ്പം നല്ല വെയിലാണല്ലോ, ചൂടാണല്ലോ. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ പുറത്തുനിന്നൊക്കെ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സ്പൂണ് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിയിലൊക്കെ ഇതേപോലെ സ്പൂണൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ തലവേദന മാറി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല ഇനിയിപ്പോൾ തലവേദന മാത്രമല്ല, നമുക്ക് എന്തൊരു പെയിന് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും അത് നമുക്ക് ആ പെയിനൊക്കെ ശമനം കിട്ടാനായിട്ട് പറ്റും. ഈ ഒരു നല്ലൊരു തണുപ്പന്നായിരിക്കണം ഈ സ്പൂൺ കേട്ടോ. ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ തണുത്തിട്ടുള്ള ഈ ഒരു സ്പൂണ് നമുക്ക് എവിടെയാണോ നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് അമർത്തി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേദന ഉണ്ടെങ്കിലും നമുക്ക് ആ വേദനക്കൊക്കെ ശമനം കിട്ടാനായിട്ട് പറ്റും. ഇപ്പോൾ കൈമുട്ടിനായാലും അതേപോലെ കാൽമുട്ടിനായാലും കൈക്കോ കാലിനോ എവിടെ നമുക്ക് കഴുത്തിനൊക്കെ വേദന ഉണ്ടെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഈ തണുപ്പുള്ള ഈ ഒരു സ്പൂണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ വേദനകളൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബൊക്കെ വെക്കുമല്ലോ, അതേപോലെ ഐസ് ബാഗിൽ ഐസൊക്കെ ആക്കിയിട്ട് ഇതേപോലെ നമ്മൾ പെയിനുള്ള ഭാഗത്ത് വെക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഐസാകുമ്പോൾ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൂണിൻ്റെ ഈ ഒരറ്റം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ വേദനക്കൊക്കെ ശമനം കിട്ടാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നെറ്റിയിൽ ഇതേപോലെ കൺതടത്തിലും നെറ്റിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഉഷാറും ഒരു ഉന്മേഷമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ. ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ മുട്ടൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ഇതേപോലെ മൺചട്ടിയിലിട്ട് പുഴുങ്ങുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് അധികം ആവില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ട കുക്കായി കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ ഒരു മൺചട്ടിയിലേക്ക് 3 മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുട്ട കുക്കായി വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കല്ലുപ്പും കുറച്ചും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഗ്യാസിലോട്ടേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ചെന്ന് കണ്ടാൽ നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിൽ നിന്നും ആ ചൂട് തട്ടിയിട്ട് ആ മുട്ട കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് കുറേ സമയം ഗ്യാസ് കത്തിച്ച് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മൺചട്ടിയിലൊക്കെ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറേ സമയം നമുക്ക് ചൂടായി കിട്ടാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ കുറേ സമയം അതിങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ അതിങ്ങനെ തിളച്ചും കൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ മൺചട്ടിയിൽ മുട്ട പുഴുങ്ങിയെടുക്കുമ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കല്ലുപ്പും ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.